കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ, മൂവാറ്റുപുഴ. കുടുംബശ്രീ പ്രവർത്തകരായ വീട്ടമ്മമാർ ചേർന്ന് ഓണവിപണി ലക്ഷ്യമാക്കി പോത്താനിക്കാട് പുളിന്താനത്ത് നടത്തിയ പൂക്കൃഷിയും പച്ചക്കറി കൃഷിയും ശ്രദ്ധേയമായി. കൃഷിഭവന്റെ സഹായത്തോടെ 2.5 ഏക്കർ സ്ഥലത്താണ് മഞ്ജു സാബു, മല്ലിക ഹരിദാസ് എന്നിവർ ചേർന്ന് ചെണ്ടുമല്ലി കൃഷിയും പച്ചക്കറിയും കൃഷി ചെയ്തത്. കുടുംബശ്രീ പ്രവർത്തകരായ 2 വീട്ടമ്മമാർ ചേർന്ന് ഓണവിപണി ലക്ഷ്യമാക്കി പോത്താനിക്കാട് പുളിന്താനത്ത് 2.5 ഏക്കർ സ്ഥലത്ത് നടത്തിയ പൂക്കൃഷിയും പച്ചക്കറി കൃഷിയും ശ്രദ്ധേയമായി മാറിയിരിക്കുകയാണ്. പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ മഞ്ജു സാബു, മല്ലിക ഹരിദാസ് എന്നീ വനിതാ കർഷകരാണ് ചെണ്ടുമല്ലിയും പച്ചക്കറിയും കൃഷി ചെയ്ത് 100 മേനി വിളവെടുത്തത്. കഴിഞ്ഞ ഓണത്തിനും ഇവർ 2 പേരും ഇവിടെ ചെണ്ടുമല്ലി കൃഷി ചെയ്ത് വൻ വിളവ് നേടിയിരുന്നു. ഇത്തവണ തൃശൂർ മണ്ണുത്തിയിൽ നിന്ന് തൈകൾ വാങ്ങിയാണ് പൂക്കൃഷി നടത്തിയത്. ഓറഞ്ച്, മഞ്ഞ നിറങ്ങളിൽ പൂക്കൾ വിരിഞ്ഞ് ഒരു വിസ്മയ കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പയർ, മത്തൻ, വെള്ളരി, വെണ്ട, മുളക്, തക്കാളി തുടങ്ങിയ പച്ചക്കറികളാണ് അനുബന്ധമായി ഇവിടെ കൃഷി ഇറക്കിയിരിക്കുന്നത്. പൂവിപണി അത്ര സജീവമല്ലെങ്കിലും പച്ചക്കറിയാൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വനിതാ കർഷകരായ മഞ്ജുവും മല്ലികയും. വിളവെടുപ്പിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് നിർവഹിച്ചു. നമ്മുടെ പോത്താനിക്കാട്ടെ 2 കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിപുലമായ തോതിൽ ചെണ്ടുമല്ലി കൃഷിയും അതേപോലെ പച്ചക്കറി കൃഷിയും നടത്തപ്പെട്ടിരിക്കുകയാണ്. തുടർച്ചയായിട്ട് രണ്ടാമത്തെ വർഷമാണ് ഇവരുടെ നേതൃത്വത്തിൽ കൃഷികൾ നടപ്പാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനം എല്ലാ കാര്യങ്ങൾക്കും മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ ഓണത്തിന് വേണ്ടുന്ന പൂക്കളും പച്ചക്കറികളും സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുവാൻ ഇവർ കാണിച്ച ആ സന്മനസ്സിനെ വളരെയേറെ അഭിനന്ദിക്കുകയാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ച കൃഷി ഓഫീസർ, അദ്ദേഹം നിരന്തരമായിട്ട് ഇവരുടെ പിന്നാലെ നടന്ന് ഇവരെ കൊണ്ട് കൃഷി ചെയ്യിക്കുകയായിരുന്നു. ഇതിൽ പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഓണത്തിനെ വരവേൽക്കാൻ പൂക്കളും പച്ചക്കറികളും സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച് നാടിന് മാതൃകയായിരിക്കുകയാണ് ഈ വനിതാ കർഷകരെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസും കൃഷി ഓഫീസർ സണ്ണി KS പറഞ്ഞു. പോത്തൻകാട് ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ സഹോദരിമാരായ മഞ്ജുവും മല്ലികയും ചേർന്ന് പോത്തൻകാട് ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം 2.5 ഏക്കറോളം സ്ഥലത്ത് പൂക്കൃഷിയും പച്ചക്കറി കൃഷിയും ചെയ്തുകൊണ്ട് ഓണത്തിലേക്ക് ആവശ്യമായ പച്ചക്കറിയും പൂവും ഉൽപ്പാദിപ്പിച്ച് കേരളം ഒരു ഭക്ഷ്യ സ്വയം പര്യാപ്തത്തിൽ എത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അതിന് തുടക്കം കുറിച്ച് പോത്തൻകാട് ഗ്രാമപഞ്ചായത്തിലേക്ക് ആവശ്യമായ പൂക്കളും പച്ചക്കറികളും ഉൽപ്പാദിപ്പിച്ച ഇവരെ മുക്താന്തം പ്രശംസിച്ചുകൊണ്ട് ഈ എല്ലാ ആശംസകളും നേർന്നുകൊള്ളുന്നു. പൂക്കളുടെ വിപണനത്തിൽ ഇപ്പോൾ വലിയ പ്രതിസന്ധികളുണ്ടെന്നും അതിനെത്രയും വേഗം ഒരു പരിഹാരമുണ്ടായില്ലെങ്കിൽ പൂക്കൃഷി നഷ്ടത്തിലാകുമെന്നും വനിതാ കർഷകയായ മഞ്ജു സാബു പറഞ്ഞു. ആദ്യം ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ നഷ്ടങ്ങൾ ഓർത്ത് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിരുന്നെങ്കിലും ഞങ്ങളുടെ കൃഷി ഓഫീസറുടെയും അവിടുത്തെ ജീവനക്കാരുടെയും അത് പ്രത്യേകം എടുത്തു പറയേണ്ടത് ഞങ്ങൾക്ക് ഈ സ്ഥലം വിട്ടു തന്ന 10ാം വാർഡ് മെമ്പർ വിൻസൻ എല്ലിക്കിൻ്റെയും നിരന്തരമായിട്ടുള്ള ഒരു ഇടപെടലിലൂടെയാണ് ഞങ്ങളിത് കൃഷി ആരംഭിച്ചത്. വളരെ സന്തോഷകരമായിട്ടുള്ളൊരു ദിവസമാണ് ഇന്ന്. ഞങ്ങൾ പച്ചക്കറിയായിട്ട് പയർ, വെണ്ട, പടവലം, മുളക്, തക്കാളി, കുക്കുംബർ, വെള്ളരി, മത്തൻ അങ്ങനെ വിവിധ ഇനം കൃഷികളാണ് ചെയ്തിരിക്കുന്നത് ഈ 2.5 ഏക്കർ സ്ഥലത്തോളം. കഴിഞ്ഞ തവണ കൃഷി ചെയ്തിട്ട് ഞങ്ങൾക്ക് മുടക്കുമുതൽ മാത്രമേ കിട്ടിയുള്ളൂ, ലാഭം എന്ന് പറയാൻ കിട്ടിയിട്ടില്ല. ഞാനും മല്ലിക ചേച്ചിയും രാവിലെ 6 മണിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വൈകുന്നേരം ചിലപ്പോൾ സന്ധ്യ ആകുമ്പോഴേക്കാണ് കൃഷി എടുത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. കാരണം എല്ലാം നമുക്ക് കൂലി കൊടുത്ത് ചെയ്യാൻ നമുക്ക് മുതലാവില്ല. അതുകൊണ്ട് തന്നെയാണ് കൃഷികളുടെ എല്ലാ പരിപാലനങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. മെമ്പർമാരായ ജിനു മാത്യു, ഫിജിന അലി, ജോസ് വർഗീസ്, വിൻസൻ ഇല്ലിക്കൽ, NM ജോസഫ്, സാബു മാധവൻ, സുമാദാസ്, ഡോളി സജി, കൃഷി ഓഫീസർ സണ്ണി KS, കൃഷി അസിസ്റ്റന്റ് സുഹറ TM, ഷെറിന KP, കാർഷിക വികസന സമിതി അംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ, കർഷക പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ A1 ടെക്സ്റ്റൈൽസ്, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ.